ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ നിൽക്കുന്ന ജാക്കിക്കുട്ടനെ കണ്ടോ? ഇവനെ നമ്മളിപ്പോൾ ഒരു ജോലിയാക്കാൻ പോവാം. എന്ന് വെച്ചാൽ അവനെ നമുക്കൊരു അവളാക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് അവന് കണ്ണെഴുതി കൊടുക്കാം ഗൈസ്. അവൻ്റെ ഓൾറെഡി നല്ലൊരു അടിപൊളി കണ്ണ്, അവൻ്റെ ഒരു മുന്തിരി ടൈപ്പ് വലിയ ഉരുണ്ട കണ്ണ്. എന്നിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. നമ്മളെന്ത് കാര്യം കാണിക്കാനും ഇനി ഇരുന്ന് തരും. നോക്കിക്കോളാം. ഇപ്പോൾ കണ്ണെഴുതാനിരിക്കുന്ന നോക്കണം. അത്യാവശ്യം എല്ലാത്തിനും എൻ്റെ മോൻ ഇരുന്ന് തരും. പാവം കണ്ട, കണ്ണെഴുതാനൊക്കെ ഇരുന്ന് തരും. ഒരു പ്രശ്നമില്ല അവന്. നമ്മൾ ഒരു കണ്ണെഴുതി, ഇനി അടുത്ത കണ്ണെഴുതുക. എന്നോട് ഏതാണ്ടൊക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഏതാണ്ട് അവനെ ചെയ്യുമെന്ന് അവന് അറിയാം. എന്നിട്ട് ഇനി നമുക്ക് പൊട്ടിട്ട് കൊടുക്കാം. ഞാൻ വലിയൊരു ഗോപിപ്പൊട്ടിട്ട് കൊടുത്തത്. ചെറിയ പൊട്ടിട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വലിയൊരു ഗോപിപ്പൊട്ടിട്ട് കൊടുത്ത്. കണ്ടോ, പൊട്ടിടാൻ വരെ അവൻ ഇരുന്ന് തരും. അത്ര പാവം അവൻ. ഇവരെ ഞാൻ എവിടെയോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ണ് ചെറുതായിട്ടൊന്ന് പടർന്നിട്ടുണ്ട്. ആദ്യത്തെ കണ്ണ് ഇതിപ്പോൾ എനിക്കില്ല, ആദ്യമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടിയില്ല. അപ്പോഴത്തെ കണ്ണ് ഞാൻ നല്ല രീതിയിൽ എഴുതി. പക്ഷേ ഇപ്പോഴത്തെ സൈഡിൽ എന്തോ ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് നോക്കി. ലാസ്റ്റ് എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. അപ്പോൾ അമ്മയും പറഞ്ഞു മതി, അത് മതി, കൊള്ളാം, ഒരു സൈഡിൽ നോക്കിയിട്ട് ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ താഴെ ഒരു കുത്തും കൂടി ഇട്ട് കൊടുത്തു. ഗോപിപ്പൊട്ട് മാത്രം ഇട്ടിട്ട് ഒരു ഭംഗിക്കുറവ് പോലെ. അതുകൊണ്ടാണ് ഞാൻ താഴെ ഒരു കുഞ്ഞൊരു ഡോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫേസ് മേക്കപ്പ് എല്ലാം എൻ്റെ കുട്ടിയുടെ കഴിഞ്ഞു. ക്യൂട്ടായിട്ടില്ലേ? പിന്നെ നമ്മൾ അവൻ്റെ ഹെയറൊക്കെ ഒന്ന് കോമ്പ് ചെയ്യുമ്പോഴെല്ലാം എന്നെ തന്നെ നോക്കുന്നത്. കാരണം അവൻ നമ്മളെന്ത് ചെയ്താലും നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അവനെല്ലാം കുഞ്ഞു പിള്ളേരെ ഒരുക്കുന്ന പോലെ ഒരുക്കുമായിരുന്നു. അടുത്തതാണ് നമ്മൾ ഏറ്റവും വലിയ ടാസ്കിലോട്ട് പോകുന്നത്. നമ്മൾ അവനൊരു സാരി ഉടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യമൊക്കെ കുറച്ച് പ്ലീറ്റൊക്കെ എടുത്ത്, അവനാണെങ്കിൽ അവനെ സാരി ഉടുപ്പിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. അടിപൊളി ആണോ? ആ കള്ളത്തരം പറയല്ലേ. കള്ളത്തരമല്ല, ഈ സാരി ചേച്ചിക്ക് അസലായിട്ട് ചേരണം. അയ്യോ, എനിക്ക് തോന്നി. പോയി വരട്ടെ. രാധേ, പൊട്ട് മാച്ചാണോ? പൊട്ടും കമ്മലും ഒക്കെ മാച്ചാ. അയ്യോ, ഞാൻ റെഡി. പക്ഷെ പാവട്ടോ, സാരി ഉടുക്കാനൊക്കെ ഇരുന്ന് തന്നു. എന്നുവെച്ചാൽ സാധാരണ പട്ടികൾ നമുക്ക് ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കും. സാരിയൊക്കെ ഉടുക്കാൻ നല്ല ടാസ്ക്കാണ്. കാരണം അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിയുമ്പോഴത്തേക്ക്. പക്ഷെ അവനൊന്നും ചെയ്യത്തില്ല. എല്ലാത്തിനും അവൻ ഇരുന്ന് തരും. കാരണം അവനെ എന്ത് ചെയ്യുന്നതും അവന് ഇഷ്ടമാണ്. അവന് വേറെ ഒന്നും നോക്കിയില്ലെന്ന് അവന് നല്ല രീതിയിൽ അറിയാം. നമുക്ക് വേണ്ടി അവന് എന്തിനും അവൻ ഇരുന്ന് തരും. അന്നെന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടി എന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. അടുത്തത് ഇനി നെയിൽ പോളിഷ് ഇടാനായിട്ട് പോവാം. അതൊരു ടാസ്ക്കായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അവൻ അതിന് ഇരുന്ന് തരും. അവന് അടുത്ത കൈ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത കൈയും വെച്ച്. പട്ടികളൊക്കെ ഡ്രസ്സ് ഇടാനിരുന്ന് തരും. നെയിൽ പോളിഷ് ഇടാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവനെ. പിന്നെ ഒരിക്കലൊക്കെ വന്നപ്പോൾ എനിക്ക് ജൂലിയായിട്ടല്ല തോന്നുന്നത്, ലീലാമണിയായിട്ടാണ് തോന്നുന്നത്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു.